അപ്പോൾ ഞാനിതാ എന്നത്തേക്കാളും നേരത്തെ ഇന്ന് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ രാമായണ മാസാരംഭമാണ്, കർക്കിടകം 1. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ ശേഷം അമ്മ വിളക്കൊക്കെ വെക്കുകയാണ്. അപ്പോൾ ഞങ്ങളും രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് നാമം ജപിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്മ വിളക്കൊക്കെ കൊളുത്തി കർപ്പൂരമൊക്കെ ഉഴിഞ്ഞെടുത്തിട്ടുണ്ട്. ശേഷം അമ്മ രാമായണം വായിക്കാനായിട്ട് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. വർത്തമാനത്തിലേക്ക് കിടക്കാം. രാമായണ പുണ്യമാസത്തിന് തുടക്കം കുറിച്ച് ഇന്ന് കർക്കിടകം 1 നേരത്തെ പറഞ്ഞു. ക്ഷേത്രങ്ങളിലും വിശ്വാസികളുടെ വീടുകളിലും ഒക്കെ ഇന്നു മുതൽ രാമായണ പാരായണം. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് നൂൽപുട്ടും ചമ്മന്തിയായിരുന്നു കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊന്ന് ആവി കയറാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പേരിക്കുള്ളതും അമ്മ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ മുത്തശ്ശൻ അമ്പലത്തിലൊക്കെ പോയി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് നൂൽപുട്ടും ചമ്മന്തിയൊക്കെ കഴിച്ചു കേട്ടോ. അങ്ങനെ എല്ലാവരും ഓഫീസിലും സ്കൂളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ ഇനി വീട്ടിൽ. അപ്പോൾ ഞാൻ എൻ്റെ ഓരോരോ പണികളായിട്ട് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു, കറിയും തോരനൊക്കെ അമ്മ വെച്ചിട്ടാണ് പോയത്. പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ്. പിന്നെ കുറച്ച് തുണികളും വിരിക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെയിൽ കണ്ടപ്പോൾ അതൊക്കെ ഒന്ന് വിരിച്ചിടുകയാണ്. അങ്ങനെ പിന്നെ ഉച്ചയ്ക്ക് ഞാൻ ചോറൊക്കെ കഴിച്ചു. പിന്നെ ഈ ഒരു ഫിലിം കണ്ടിട്ടുണ്ടായിരുന്നു. ജീവിതകാലം മൊത്തമേ അവൻ സേഫാ. അല്ല തന്തമാരുണ്ടാക്കിയ സത്യം നടക്കാതെ തെറ്റില്ല വിയർപ്പുണ്ടപ്പം ഭക്ഷിക്കുന്നവൻ തന്നെ യഥാർത്ഥയാണ്. നിനക്ക് തോന്നിയോ? ഫിലിം കണ്ടിരുന്നാൽ സമയം പോണത് അറിയേയില്ല കേട്ടോ. അപ്പോൾ സച്ചു വരാനായിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ അവനുള്ള ചായ റെഡിയാക്കുകയാണ്. അങ്ങനെ ആളെത്തി ഇവിടെ കാർട്ടൂണൊക്കെ കാണുകയാണ്. ഇനിയിപ്പോൾ 2 ദിവസം ലീവാണല്ലോ. അങ്ങനെ പിന്നെ വൈകിട്ട് ഞങ്ങൾ കോറ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വൈകിട്ട് അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിച്ച ശേഷം അമ്പലത്തേക്ക് ഇറങ്ങുകയാണ്. 6:45 ബസ്സിനാണ് കേട്ടോ ഞങ്ങൾ പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോഴേക്കും ബസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ബസ്സിൽ കയറിയിട്ട് പോയി. അപ്പോൾ ചെറുതായിട്ട് മൂടി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. മഴ പെയ്യുമെന്നൊന്നും അറിയില്ല. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാമായണ മാസം അമ്പലത്തിൽ പോകുമ്പോൾ ഒരു പ്രത്യേക തരം സമാധാനം നമുക്ക് ഫീൽ ചെയ്യൂലേ.
അങ്ങനെ ഞങ്ങൾക്ക് പ്രസാദം കിട്ടിയിട്ടുണ്ടായിരുന്നു, കടും പായസം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ അമ്പലത്തിലെ പായസം കഴിക്കാൻ എനിക്ക് നല്ല ഇഷ്ടമാണ്. അങ്ങനെ ഇനി ഞങ്ങളെ വീട്ടിലോട്ട് തിരിച്ചു പോരുകയാണ് കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ മൂടി നിൽക്കുന്നുണ്ട്. ഞങ്ങളാണെങ്കിൽ കുട എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വണ്ടി കിട്ടുകയാണെങ്കിൽ കയറി പോരാ പറഞ്ഞിട്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ നടക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ നടന്നു വരുമ്പോൾ പുണ്യാളൻ്റെ രൂപം കണ്ടപ്പോൾ ഞാൻ നേർച്ചയിട്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെ ഞങ്ങൾ തിരിച്ച് നടക്കുകയാണ്. അപ്പം ദേ ഒരു വണ്ടി പോയിട്ട് ഒരാളെ പോലും റോട്ടിലൊന്നും കാണാനില്ല കേട്ടോ. ഞങ്ങൾ ഇന്ന് വണ്ടി കിട്ടുമെന്ന് വിചാരിച്ച് നടക്കുന്നോ, ഞങ്ങൾക്ക് വണ്ടി കിട്ടില്ല കേട്ടോ. ലാസ്റ്റ് ഞങ്ങളൊരു പകുതിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും മാമൻ വന്ന് പിക്ക് ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ ഞങ്ങൾക്ക് അറിയുന്ന ആൻറ്റിയുടെ കടയിൽ നിന്ന് ഞങ്ങൾ ബനാന ചിപ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ദേ വീട്ടിലോട്ട് എത്തി കേട്ടോ. ഇവിടെ എത്തിയപ്പോൾ ഇവൻ പിന്നെയും കാർട്ടൂൺ കണ്ട് കിടക്കുകയാണ്. പിന്നെ കുട്ടിക്ക് കുറച്ച് ഡ്രോയിങ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവനെ എനിക്കാണെങ്കിൽ ഇതേ ഈ റോസാപ്പൂ ഒക്കെ കൊണ്ട് തന്നിട്ട് ലവൊക്കെ കാണിക്കാൻ കേട്ടോ. ആ കുട്ടിക്ക് അപ്പം എൻ്റെ അടുത്ത് നല്ല ഇഷ്ടമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ പിന്നെ ഇതേ ഞങ്ങൾ ചോറൊക്കെ കഴിച്ച് കിടന്നു കേട്ടോ. It's me actually. This is Chia's video. Guys, like button and subscribe and share. Then subscribe, like button, like.